ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ പറഞ്ഞൊന്നും ആരും കേട്ടില്ല, മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്തു. ഇപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ നഷ്ടപ്പെടാനും പോവാ. അച്ഛൻ, നമ്മളിപ്പോ ഒരു സാവകാശം വാങ്ങിച്ച തന്നെ ഒരു 3-4 തവണ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല അച്ഛാ. ഇതിപ്പോ ഈ 15 കോടി എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയോ അല്ലല്ലോ. രാഘവേട്ട, ഇവളിത്തിരി ഇവിടെ വന്നിരിക്കുന്നേ? ആര് പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റിയിരുത്താൻ? ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. മോളോ? ആരുടെ മോള്? നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ? ഒരു ബന്ധമില്ലാതെ വല്ലവന്റെയൊക്കെ കൊച്ചിനെയും കൂടി നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ആരാ എവിടുന്നാ എപ്പോഴാ സഹായിക്കാന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ഓ, നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടല്ലേ? എങ്കി കേട്ടോ, ഈ വീടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണെ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതല്ല, വാങ്ങിച്ചേ അടങ്ങൂ എന്നൊരവസ്ഥ വന്ന ആ നിമിഷം വല്ല വിഷവും വാങ്ങി ഞാനങ്ങ് കഴിച്ചു മരിക്കും. എന്നാൽ ഇവളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ. ഭാമേ, ശ്യാമ പപ്പി വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല. അതുകൊണ്ട് പപ്പിയും കൊണ്ട് വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യയാ. ഓഹോ ഓഹോ, അപ്പൊ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അവകാശം വാങ്ങിക്കാൻ. എല്ലാ അവകാശവും കൂടി ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യ ആ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യം. പക്ഷേ ഇവിടെ വന്നു കയറിയ രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കയറി പോയല്ലോ. അവിടുന്ന് ഇന്ന് ബന്ധം കൂടിയോ അന്ന് മുതൽ തുടങ്ങിയത് ഈ വീടിന്റെ നാശം. ഇതിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടി അങ്ങ് ഇളക്കി. ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങൂടെ ഉള്ളൂ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ആക്കി തന്ന് ഞങ്ങളെ രണ്ടാളെയും കൂടെ അതിലിട്ടൊന്ന് മൂടാവോ? സത്യമേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. സാറേ, നീ പറയുന്നത് കേട്ടതൊന്നുമല്ലോ. ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു വന്നതേ ശാരദാമ്മ മക്കളുമാണെന്ന്. ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധമാ. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കില്ല ഭാമേ. ഇത് നമ്മളോട് ഉണ്ടാക്കിയ കടവാ. അതിന് വന്നു കയറി മരുമക്കൊക്കെ ഒരു പങ്കുമില്ല. ഇവളുടെ ബലത്തിലാണോ രാഘവേട്ടൻ എന്നോട് തർക്കിക്കുന്നേ? എനിക്ക് ഒരാളെയും പേടിയില്ല. ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല.